നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട്. അക്ഷരാർത്ഥത്തിൽ മാങ്കൂട്ടം കരുതി തന്നെയാണ്. കാരണം ഏറ്റവും ഒടുവിലായി മാങ്കൂട്ടം നൽകിയ ഹർജിയിൽ പറയുന്നത് അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണം എന്നുള്ളതാണ്. സ്വകാര്യത മാനിക്കണം, ചില കാര്യങ്ങൾ വ്യക്തമായി പറയാനുണ്ട് എന്നാണ്. ഈ അപേക്ഷ ഒരുപക്ഷെ കോടതി കേൾക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഒരു സ്ത്രീ സമാനമായ രീതിയിലുള്ള അപേക്ഷ നൽകുമ്പോൾ അത് പരിഗണിക്കാറ് പതിവാണ്. അപ്പോൾ ഒരു പുരുഷൻ നൽകുമ്പോൾ പരിഗണിക്കും എന്നാണ് മനസ്സിലാകുന്നത്. നീതിക്കും നിയമത്തിനു മുന്നിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസം ഇല്ല. നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ ഇരിക്കവേ പുതിയ ഹർജിയുമായാണ് രാഹുൽ മാങ്കൂട്ടം എത്തുന്നത്. അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്നാണ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച പുതിയ ഹർജിയിൽ പറയുന്നത്. നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെ പുതിയ ഹർജിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയാണ്. ഡിജിറ്റൽ തെളിവുകൾ അടക്കം പരിശോധിക്കേണ്ടതുണ്ടെന്നും ഈ വിവരങ്ങൾ പുറത്തു പോകാൻ പാടില്ല എന്നും രാഹുലിന്റെ അപേക്ഷയിൽ പറയുന്നു. രാഹുലിന്റെ അപേക്ഷ കോടതി നാളെ പരിഗണിക്കും. അതേസമയം അന്വേഷണ സംഘം രാഹുലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിലെ കെയർടേക്കറുടെ മൊഴി രേഖപ്പെടുത്തി. കെയർടേക്കറുടെ ഫ്ളാറ്റിൽ എത്തിയാണ് മൊഴി എടുത്തത്. CCTV ദൃശ്യങ്ങൾ കെയർടേക്കറെ സ്വാധീനിച്ച രാഹുലും സംഘവും നശിപ്പിച്ചു എന്ന നിഗമനത്തിലാണ് SIT. CCTV സംവിധാനത്തിൽ യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ലെന്നാണ് കെയർടേക്കർ മൊഴി നൽകിയിട്ടുള്ളത്. വ്യാഴാഴ്ച വൈകിട്ട് 4:30 ഫ്ളാറ്റിൽ നിന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയെന്നും രാഹുൽ വ്യാഴാഴ്ച വൈകിട്ട് ഫ്ളാറ്റിൽ എത്തിയതിനെ കുറിച്ച് അറിവില്ലെന്നുമാണ് മൊഴി. ചുവന്ന പോളോ കാർ 2 ആഴ്ചയായി ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു എന്നും വ്യാഴാഴ്ചയ്ക്ക് ശേഷം കാർ ഫ്ളാറ്റിൽ വന്നിട്ടില്ല എന്ന മൊഴിയുണ്ട്. 3 കാറും രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി മാറി ഉപയോഗിച്ചിരുന്നു എന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതേസമയം ബലാത്സംഗ ഭ്രൂണഹത്യാ കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കായി വ്യാപക തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് പോലീസ്. അതിജീവിതയെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് പിന്നാലെ ജയിലിലേക്ക് പോകുന്നവരുടെ എണ്ണം കൂടുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 3 ദിവസത്തിനിടയിൽ സംസ്ഥാന വ്യാപകമായി 20 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കണ്ണൂരിൽ സുനിൽ മോൻ KM എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് ഉടമയ്ക്ക് എതിരെയാണ് കേസ് എടുത്തത്. അതിജീവിതയുടെ ഫോട്ടോ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനാണ് നടപടി. എറണാകുളം സൈബർ പോലീസ് 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. റസാഖ് PA, രാജു വിദ്യാകുമാർ എന്നിവർക്കെതിരെയാണ് IT ആക്ട് പ്രകാരം കേസ് എടുത്തത്. ചില കേസുകളിൽ ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയിട്ടുണ്ട്. അതിജീവിതയെ സൈബർ ഇടത്തിൽ ആക്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടച്ചിട്ട മുറിയിലെ ജാമ്യം കേൾക്കണമെന്ന ആവശ്യം കോടതി മുഖവിലക്കെടുക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം. എന്തായാലും രാഹുൽ സൂചിപ്പിച്ച പോലെ തന്നെ രാഹുൽ നീങ്ങുന്ന ഓരോ കാര്യവും അതിജീവിതയെ സേഫ് ചെയ്യുന്ന തരത്തിലാണ്. അതായത് അതിജീവിതയെ ഒരു തരത്തിലും ബാധിക്കരുത് എന്ന് തന്നെയാണ് രാഹുൽ കരുതുന്നത്. കാരണം അതിജീവിത ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതിജീവിതയ്ക്കും ചില വാദങ്ങൾ മുന്നോട്ട് ഉന്നയിക്കാനുണ്ട്. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഉന്നയിക്കാനുണ്ട്. അത് പുറത്തു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൈം ടൈമിൽ പോലും പലരുടെയും പ്രൈവസി ചർച്ച ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഭയമാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾക്ക് ഭയന്നില്ല എങ്കിൽ ഒരു രാഷ്ട്രീയ ഭാവി പോലും രാഹുൽ ഈശ്വറിന് ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് രാഹുലിനെ പിച്ച് ചീന്തി തിന്നാൻ അത്തരത്തിലുള്ള കഴുകൻ കണ്ണുമായി കാത്തിരിക്കുന്നവരാണ് പലരും. രാഹുലിനെ കുഴിച്ചു മൂടാൻ കാത്തിരിക്കുന്നവരാണ് പലരും. അപ്പോൾ പിന്നെ ഏതായാലും രാഹുൽ കൃത്യമായി നീങ്ങില്ലെന്നുണ്ടെങ്കിൽ രാഹുലിന്റെ ചാക്കാൽ അവർ കാണേണ്ടി വരുമെന്ന അവസ്ഥ രാഹുലിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് പുതിയ ഹർജി.